ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് തിരാനയിൽ മീൻസ് ഇന്ന് അൽബേനിയയിൽ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ്. എല്ലാവരും രാവിലെ എണീറ്റു, കോഫിയൊക്കെ കുടിച്ചു, എഗ്ഗൊക്കെ ബോയിൽ ചെയ്തു, ഇസുവിന് വേണ്ടിയിട്ടുള്ള റൈസൊക്കെ നമ്മൾ റെഡിയാക്കി. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, കഴിക്കാനായിട്ടതാ ഇവിടെ ഇരിക്കുന്നു, കഴിക്കണം എനിക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ലോ മോർണിംഗ്, അതായത് നമ്മളിവിടെ സിറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഇന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട്. ഇന്ന് വേറൊരു സ്ഥലത്താണ് കേട്ടോ നമ്മുടെ സ്റ്റേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊരു സർപ്രൈസ് ഉണ്ട്. ആക്ച്വലി ഉമ്മ അവിടെ ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഒരു സർപ്രൈസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു അച്ചുവും ഫാരിസും ഒക്കെ ലീവ് റെഡി ആവാതെ അവർ വന്നിട്ടില്ല എന്ന്. അപ്പോൾ അവർ വരുന്നുണ്ട്. അപ്പം അവർ ഇന്ന് നൈറ്റിൽ ഫ്ലൈറ്റിൽ ഇവിടെ എത്തും, തിരാനയിലെത്തും. അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ഉമ്മ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇസുവിനും ഐഡിയ ഇല്ല, എനിക്ക് ഷാനുവിനെ അറിയുള്ളൂ. അപ്പോൾ ഇന്ന് ഭയങ്കര ഫൺ വീഡിയോ ആയിരിക്കും ചാൻസ് ഉണ്ട്. കാരണം ഉമ്മ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഉമ്മ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഐസുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഒബ്വിയസ്ലി. കാരണം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്ത ട്രിപ്പായത്. അപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല, ലീവ് കിട്ടാത്തത് കാരണം, അൺഫോർച്ചുനേറ്റ്ലി. എനിവേ, സോ ഫൈനലി ദിസ് ഈസ് ഗോണ ബി ഹാപ്പൻ. അപ്പോൾ ലണ്ടൻ മലയാളി ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഇവർക്ക് സ്വാഗതം. നല്ല സ്റ്റേ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ നന്നായിട്ട് കിടന്നുറങ്ങി. ഞാൻ താഴെ ഒരു ഷോപ്പിൽ, ഞങ്ങളുടെ ഇവിടുത്തെ നേരെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പുണ്ട്, അവിടെ പോയിട്ടൊരു ബോറക്കും വാങ്ങി, ഒരു ഡ്രസ്ലെച്ചസ് കേക്കൊക്കെ ഇപ്പോൾ രാവിലെ തന്നെ വാങ്ങിയിട്ടൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ എഗ്ഗ് ബോയിൽ ചെയ്തു. ഉമ്മ രാവിലെ ഞാൻ എണീക്കുന്നതിന് മുന്നേ നോക്ക് ഇസുവിന് വേണ്ടിയിട്ട് റൈസ് എല്ലാം കുക്ക് ചെയ്ത് അത് ഇതിനകത്ത് പാക്ക് ചെയ്തു. ഉമ്മക്ക് വേണ്ടി കുറച്ച് ഓട്സ്, ഉമ്മക്ക് ഫുഡൊന്നും പറ്റുന്നില്ല, കുറച്ച് ഓട്സ്, അതുപോലെ തന്നെ എഗ്ഗൊക്കെ ബോയിൽ ചെയ്ത് അതൊക്കെ കഴിക്കണം. അതിൻ്റെ കോഫി ഞാനിതാ കുടിക്കണം പെട്ടെന്ന്. അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഷാനു ഇസുവിനെ കുളിപ്പിക്കുക കേട്ടോ. ഉണ്ട് അല്ലോ, ഇതാരാ കുളിച്ചിട്ട് വന്നേ? ഇത് ശരിക്കും കുളി. How are you? The day is good. Fine. Okay. ഞങ്ങൾ മോളായതിനു ശേഷം ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ പ്രിഫർ ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ തിരാനയിൽ ഞങ്ങൾ നിന്ന അപ്പാർട്ട്മെൻറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. കാരണം സർവീസ് മീൻസ് അവർ എല്ലാ സാധനങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ ചിന്തിച്ചിട്ട് എന്തൊക്കെ ആവശ്യം വരും. ഈവൻ മോൾക്ക് ഇത് കണ്ടോ, നമ്മുടെ ബോട്ടിൽ കഴുകുന്ന ബ്രഷ്, അതുപോലെ തന്നെ ബിന്ന് നമ്മൾ തുറക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെ ഓപ്പൺ ആയി വരും. ഭയങ്കര ഒരു ആത്മാർത്ഥതയോടുകൂടി ചെയ്തൊരു ഹോസ്റ്റ് അങ്ങനെ. അതുപോലെ തന്നെ വി ക്യാൻ സീ ഹിയർ ഓയില്, പെപ്പർ, ഒറിഗാനോ, അതുപോലെ തന്നെ ടീ പൗഡറും എല്ലാം ഭയങ്കര ക്ലിയർ ആയിട്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, നമ്മുടെ ബീറ്റർ വരെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പോട്ടെ, ഐ ഷോ യു. കയറുമ്പോൾ തന്നെ ഇവിടെ എന്താണെന്നറിയാമോ, ഒരു ഫസ്റ്റ് എയ്ഡ്, അതുപോലെ ഇതിനകത്ത് നെയിൽ കട്ടർ, അത്യാവശ്യം ബഡ്സിൻ്റെ ഇത് ഭയങ്കര നല്ലൊരു ഹോസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂമിൽ ഷാംപൂ, കണ്ടീഷണർ, എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു ഹോസ്റ്റാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഹലോ ഇസു വേറെ മേടിക്കാം. ഇസു കളിക്കുവാണോ നീ കളിക്കുവാണോന്ന്? ഇതിനകത്തൂടെ സ്പൂൺ താഴെ ഇടുന്നു. എല്ലാ സ്പൂണും പറയിക്കൊണ്ടോന്ന് ഇതിനകത്തൂടെ താഴെ ഇടും. ഇതിനകത്തൂടെ താഴെ ഇടലാണ് പണി. പോലെ ഡ്രസ് ചെയ്യുവാ, കുളിച്ച് മുടി തുടങ്ങിയില്ലേ ഇസു? മയമയ കുഴകൂടാ. ആ ഇറുക്കില്ലല്ലോ അവിടെ കൊണ്ട് വെച്ചേ. ഇവിടെ ആണെങ്കിൽ ആ എൻഡില് വെരി ഗുഡ് ഗേൾ. ബായ് പറ, ഇറുക്കില്ലെടുത്ത് ബായ് പറ, വി ആർ ഗോയിങ് പറ. ഇസു വെക്കവിടെ, നമുക്ക് പോവാം. വാട്ടർമെലൻ ആരാ താഴെ ഇട്ടത്? ടേക്ക് ദാറ്റ് ആൻഡ് ത്രോ ഇറ്റ് ദ ബിൻ.
ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഡ്രസ്ലച്ചസ്, അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ലേ രാവിലെ നേരെ ഓപ്പോസിറ്റ് ഷോപ്പിൽ പോയി ബോറക്കും ഡ്രസ്ലച്ചസും വാങ്ങിയത്. ഇത് എന്നെ ഒരുപാട് പേര് ഇവിടെ വന്നവരൊക്കെ റെക്കമെൻഡ് ചെയ്ത് കേട്ടോ, ഇവിടെ നിന്ന് തിരാനേന്ന് തന്നെ ട്രൈ ചെയ്യണം. ഇവിടുത്തെ അൽബേനിയൻ സ്പെഷ്യലാണ്. അതെനിക്ക് തോന്നുന്നു അവർ മറ്റേ കാരമൽ ചെയ്തിട്ട് അത് ഇത് ഗണ്ണ് വെച്ചിട്ട് ഇതാക്കിയതോ അങ്ങനെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. രാവിലെ ഞാൻ പോയി താഴേന്ന് വാങ്ങിയിട്ട് അവിടെ മിൽക്കി ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ മൗത്ത് വാട്ടർ ചെയ്ത് പോന്നു. അത്ര കഴിക്കുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. മസ്റ്റ് ട്രൈ ആട്ടോ ഈ ഡ്രസ്ലച്ചസ് ഇവിടുത്തെ തിരാനയുള്ളത്, അടിപൊളി. സോ ഇറ്റ്സ് ടൈം ടു ലീവ് നമ്മുടെ ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. ഞങ്ങളിതെല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലൊക്കെ കയറി. ഇനി ലോക്ക് ബോക്സിൽ കീ ഇതുപോലെയുള്ള ലോക്ക് ബോക്സിൽ നിന്നാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചവിടെ ലോക്ക് ബോക്സിൽ തന്നെ റിട്ടേൺ ആക്കി കീ. ഈ പയ്യെ നമ്മൾ ഇവിടെ നിന്ന് വീടും. വെതർ അത്രയ്ക്ക് വെയിലില്ലെങ്കിൽ നല്ല രസമായിരിക്കും. ഇന്ന് ഭയങ്കര ചൂടാണെങ്കിൽ കുറച്ച് പാടായിരിക്കും, മോളും എല്ലാവർക്കും കുറച്ച് പാടായിരിക്കും. Anyway, a nice place, a nice weather, nice people, so good. ഞാൻ ഇറങ്ങിയിട്ട് അവിടെ പോയി ഇറങ്ങോ? ഇങ്ങനെ ഈ സൈഡ് കയറി ഇറങ്ങണം. ഇറങ്ങും. അതാ പുള്ളി വന്നു, കുഴപ്പമില്ല. അതാ ആളുടെ വണ്ടി എടുക്കും. എടുക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങാം. നമ്മൾ വണ്ടി ഇറങ്ങാൻ നേരത്തെ പുള്ളി ഒരു ടാക്സി കൊണ്ടുവന്ന് ഫ്രണ്ടിൽ നിർത്തിയപ്പം അത് കുറച്ചങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഇറങ്ങാം. അല്ലെങ്കിലും എന്തുകളെ എന്നാ ആ എന്തു പറ്റി? ഓൾ സെറ്റ് ഗോ. ഇസുണ്ടാ എല്ലാവർക്കും കഴിക്കാൻ വാട്ടർമെലനൊക്കെ നമ്മൾ വാങ്ങി കട്ട് ചെയ്ത് ഗ്രേപ്സ് ഒക്കെ വാങ്ങി വാഷ് ചെയ്ത് എല്ലാം കവറിലൊക്കെ കെട്ടി വെച്ചിരിക്കുവാണ്. സമ്മർ അല്ലേ ഇസു? എത്ര വാട്ടർമെലൻ കഴിച്ചു? ബേബിന്റെ കൂടെ കളിക്കുവാണോ ഇസ രാവിലെ? അൽബേനിയയിൽ വന്നിട്ട് ബർഗർ കിങ് കഴിക്കുക, ഗ്രീസിൽ പോയിട്ട് KFC കഴിക്കുക, ഇതുപോലെ വെറൈറ്റി ആയ സാധനങ്ങൾ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ? ഷാൻ, ഇതിന്റെ ഒരു ലോജിക്ക് ഏത്? ബർഗർ മക്ഡൊണാൾഡ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ബർഗർ കിങ് ഡിഫറെന്റ് ആണോ? എനിക്ക് പിന്നെ നമ്മൾ ഒരുപാട് അങ്ങ് ട്രൈ ചെയ്യണം. പക്ഷെ എനിക്ക് അതാത് കൺട്രിയിൽ പോയ അവിടുത്തെ ലോക്കൽ ഒത്തന്റിക് ആയിട്ടുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. എനിക്ക് ഇവിടെ വന്നിട്ട് KFC കഴിക്കാമെന്ന് വെച്ചാൽ കഴിക്കൂലെന്നല്ല, പക്ഷെ എന്തോ എനിക്ക് ഇതൊരു വെറൈറ്റി സാധനം തന്നെ കേട്ടാ. അത്രേ ഉള്ളൂ. അത് മാത്രമല്ല കേട്ടോ, മെയിനായിട്ട് നിർത്തിയില്ലൊരു കാരണമുണ്ട്. ഞാൻ ആ മിൽക്ക് കേക്ക് രാവിലെ അടിച്ച് കയറ്റി എനിക്ക് വയറിന് പണി കിട്ടി. അങ്ങനെ ഹൈവേയിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ബർഗർ കിങ് കണ്ട് കയറി. വാഷ്റൂമിൽ കയറാനാണ് മെയിൻ പർപ്പസ്. ഞാൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരാൾ ഇതാ ബർഗറൊക്കെ വാങ്ങി വരുന്നു. വെതർ കൊള്ളാട്ടെ, നൈസ് വെതർ. സൂപ്പർ റോഡാട്ടോ, അടിപൊളി റോഡല്ലേ? കാണാൻ ഭയങ്കര രസമുണ്ട് രണ്ട് സൈഡിലായിട്ടും അല്ലേ? ഫുള്ള് ഇതെല്ലാം മഞ്ഞ് കുളിച്ച് നിൽക്കും. നമ്മൾ ഇന്നലെ എയർപോർട്ടിൽ നിന്നപ്പോൾ കയറിയ കട ATM എടുക്കാൻ കയറിയ സ്ഥലം.
അങ്ങനെ നമ്മൾ ഇവിടെ ഇതിലേക്കൂടെ അതാ എയർപോർട്ട് എത്തി. നമ്മൾ വന്ന് വണ്ടി എടുത്ത സ്ഥലം എത്തി കേട്ടോ. പെട്ടെന്ന് നോക്കിയപ്പോൾ എയർപോർട്ട്. ഇവിടെ നമ്മൾ ഇന്നലെ വന്നത് എയർപോർട്ട്. ഇത് വഴിയാ പോകണ്ടേ? എയർപോർട്ടിന്റെ ബാക്കി കൂടെയാ വണ്ടി എടുത്ത സ്ഥലത്ത് തന്നെ. അതെ. 30 മിനിറ്റ്സ് 100ലേക്ക് ഇവിടെ പാർക്കിങ്ങിന്. എയർപോർട്ടിന്റെ അതാണ് പാർക്കിങ്. എയർപോർട്ടിന്റെ റൺവേ കുറച്ച് ഫ്ലൈറ്റ് ഒക്കെ കിടക്കുന്നു. വിസ് ഇവിടെയാണ്. ഈ എയർപോർട്ടിലാണ് നമ്മൾ വന്നിറങ്ങിയത്. ബാക്കിലൊക്കെ ആൾക്കാരുണ്ടടാ. ആൾക്കാരെ കൊണ്ടുപോകുന്ന ടാക്സി പോലത്തെ വണ്ടിയാണ്. പണ്ടൊക്കെ ബസ്സുകൾ ഡോറില്ലാതല്ലേ എത്ര ബസ് ഡോറുണ്ട് നാട്ടില്. ഈ അടുത്താണ് പിന്നെ ഡോറുകളൊക്കെ വന്നു തുടങ്ങി. ഒരു സമയത്ത് ഡോറൊന്നും ശരിയാ മനസ്സിലായി ആ സമയം. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഫുള്ള് ഞാനൊക്കെ ഇവിടെ വിന്റർ. നമ്മുടെ നാട്ടില് മാഞ്ചി യൂക്കാലിപ്സ് അല്ലേ കാണുന്നത്. ഇവിടെ അതിന് പകരം പൈൻസ് അല്ലേ? പൈനല്ല ഇത്. പൈനല്ലേ? പൈനാണോ ഇത്? അറിയില്ല കേട്ടോ. എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുൾ. ഹൈ റേഞ്ച് ഫുള്ള് കയറി പോകുന്നിടം ഫുള്ള് ഇതാട്ടോ. പൈൻ കണ്ടാൽ എനിക്ക് അറിയാൻ പറ്റും. എനിക്കറിയില്ല കണ്ടാലേ. നാച്ചുറൽ. നമ്മൾ ക്രുജെ വില്ലേജിലേക്കാണ് കേട്ടോ ഫസ്റ്റ് വന്നേ. ഇതാ ഓൾമോസ്റ്റ് എത്താറായി. ക്രുജെ വില്ലേജ് ശരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു മൗണ്ടൈൻ്റെതാ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കുമല്ലോ താഴെയായിട്ട്. ഇങ്ങനെയാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഭയങ്കര രസമുണ്ട് കാണാൻ. നമ്മൾ ഇനി കുറച്ചും കൂടെ ഒരു 5 more minutes കൂടെ ആകുമ്പോൾ നമ്മൾ ആ വില്ലേജിലോട്ട് എത്തും. അങ്ങനെ ഞങ്ങളിത് ക്രുജെ വില്ലേജിലെത്തി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജ് ആണെന്നാണ് കേട്ടിരിക്കുന്നത്. ഒന്ന് കണ്ടിട്ട് നോക്കാം നമുക്ക്. ഫ്രണ്ടൊക്കെയാണ്. ഇസു അങ്ങനെ ഇതാ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ്. ഇസു ഇവിടെ എത്തിയപ്പോഴത്തേക്കിന് ഇതാ ഇപ്പം ഉറക്കമൊക്കെ എണീറ്റ്. ഇസു ഹായ്, ഹലോ. അറിയില്ല, ആണെന്ന് തോന്നുന്നു. ഇസു എന്താ ഇപ്പൊ പറഞ്ഞേ?
ബേബി എവിടെ? ബേബീൻ്റെ എന്തുവാ? ബേബീൻ്റെ ഹാപ്പി ടു യു ആണോ ഇന്ന്? യേശു ബേബീൻ്റെ ഹാപ്പി ടു യു ആണോ? ആണോ ഹാപ്പി ടു യു ആണോ ബേബീൻ്റെ? കബായോയോ കേക്ക് കട്ടാക്കണ്ടേ? ഹാപ്പി ടു യുന് ബിഗ് കേക്ക് കട്ടാക്കണ്ടേ? ഹാപ്പി ടു യു. നമ്മൾ കുജെ വില്ലേജിന്റെ മുകളിൽ എത്തുമ്പോൾ ദാ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട്. ആപ്പിൾ കണ്ടോ? ആപ്പിൾ ഇവിടെ കണ്ടില്ല? അത് അനാർ അനാർ. അതെ അതെ ഗ്രേപ്സ്. ഗ്രേപ്സ് ഉണ്ട്. അത് ഗ്രേപ്സാ. അനാറുണ്ട്. ആ റോസ്മേരി മറ്റേതുണ്ട്. ഒലീവ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഓറഞ്ച്. ആ ഓറഞ്ച്. ഇസു വാട്ടർ കാണിച്ചു കൊടുത്തേ നമ്മുടെ വ്യൂവേഴ്സിന്. വ്യൂവേഴ്സിന് വാട്ടർ കാണിച്ചു കൊടുക്കോ. ഇസുവിന്റെ ബേബി ഉണ്ട് കേട്ടോ ഇസുവിന്റെ കയ്യിൽ. ഇന്ന് ഇസുവിന്റെ ബേബീന്റെ ഹാപ്പി ടു യു ആണെന്നാ ഇസു പറയുന്നത്. ഇസു അതുകൊണ്ട് ബേബീനെ ട്രിപ്പിന് കൊണ്ടുവന്നതാ. ഇസുവിന്റെ ബേബീന്റെ ഹാപ്പി ടു യു ആണോ ഇസു ഇന്ന്? ഹാപ്പി ടു യു ആണോ? നീ എന്ത് പറഞ്ഞു തുമ്മീത്ത്? ഓക്കെ ഇങ്ങനത്തെ ഹാപ്പി ടു യു ബേബി. അൽബേനിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. കാരണം എല്ലാ കാര്യങ്ങളും മൗണ്ടൈൻസിന്റെ നാടെന്നറിയപ്പെടുന്ന അൽബേനിയ വന്ന് ബേബീനെ എടുക്കിച്ചു. ബേബി ബേബി നമ്മൾ കുജെ വില്ലേജിന്റെ മുകളിൽ എത്തുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് മാർക്കറ്റ് പോലെ ഉള്ള സൈഡിൽ ഒരുപാട് ഷോപ്സ് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, നമ്മുടെ മദർ തെരേസ, നമ്മുടെ ലോക സമാധാന എന്താണ് സ്ത്രീ അല്ലല്ലോ എന്താ പറയുന്നതിന്, സിസ്റ്റർ. അതെ, സിസ്റ്റർ മദർ തെരേസയുടെ നാടാണ് കേട്ടോ ഇത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തോ ബോള് വേണോ? നമ്മൾ എങ്ങനെ കൊണ്ടുപോകും? ബോൾ വാങ്ങിയാൽ ഫ്ലൈറ്റിൽ കൊണ്ടുപോകത്തില്ല മോളെ. തിരിച്ച് നമുക്ക് ലണ്ടനിൽ പോയിട്ട് കളിക്കാം. വാ ബേബീനെ പിടിക്കാം. അതോ ബേബി ക്രൈയിങ്. ഓ മൈ ഗോഡ് ബേബി കം 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 കം. അതാ ബേബി ക്രൈ ചെയ്യുന്നു. സു അതല്ലേ മീ പറഞ്ഞേ. വാ പെട്ടെന്ന് വാ. കെയർഫുൾ ആയിട്ട് വരണേ. ബോൾ വാങ്ങിയാൽ നമുക്ക് കൊണ്ടുപോകത്തില്ല. ഇസുവിന് എത്ര ബോളുണ്ട് വീട്ടില്? അതോ ബേബി വീന്ന്. ബേബീനെ എടുക്ക്. മമ്മി പിടിച്ചേക്കാം ബേബീനെ. ഉമ്മച്ചി പോയി. ഉമ്മച്ചി എവിടെ പോയി? നമ്മള് ബോൾ കൊണ്ടുപോ. ബോൾ ഫ്ലൈറ്റിൽ കൊണ്ടുപോകത്തില്ല മോളെ. നമ്മളെ ബാഗ് ഫുൾ അല്ലേടാ ബേബി. ബാഗ് വേണോ യേശുവിന്? യു വാണ്ട് ദിസ് ബാഗ്? ഇതിന് എത്രയാന്ന് ചോദിച്ചേട്ടാ ജസ്റ്റ്. യേശുവിന് ബാഗ് വേണോ? യു വാണ്ട് ദിസ് ബാഗ്? കഴിക്കട്ടെ. ഞങ്ങളിങ്ങനെ ഇവിടെ ഒരു ഷോപ്പിൽ കയറിയതാ. ഫ്ലൂട്ട്. ഇത് എന്താ ഫ്ലൂട്ട് പോലത്തെ സാധനമല്ലേ? നമ്മൾ അതിന് പേരെനിക്ക് അറിയില്ല. ഭയങ്കര കസ്റ്റമർ സർവീസ് ഉള്ള ഒരു ആൻറ്റി കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഈ ഷോപ്പില്. മുജീർത്ത് ഇങ്ങനെ പറഞ്ഞ ടവല് വേണമെന്നൊക്കെ ചോദിക്കും. Is all handmade? Cotton. No. This all white is handmade. This one. Tablecloths. You made yourself? Yes. Oh, really?
Nice. It's great. But we don't have luggage. That's the thing. We can't. Yes. No, we don't have luggage. Flight, no luggage. मेरे पे मामा No luggage. Farah. Flight, no luggage. That's the thing. കുറച്ച് കഴിഞ്ഞിട്ട് അവരെ നമുക്ക് വെച്ചിട്ട് ഐസാക്ക് കൊടുക്കണം കേട്ടാ. നോക്കട്ടെ, സുമി നോക്കട്ടെ. നോ, കവർ ഇട്ട് വെക്കുന്ന ഐസാക്ക് വേറെ ഉണ്ട്. ഇത് ഇസു കവർ ഇട്ട് വെക്കുന്ന എന്തിനാ? ഇത് യൂസ് ചെയ്യാനുള്ളതല്ലേ. ഇത് ഐസുവിന് കൊടുക്കാൻ വെച്ചോ. അത് ഐസാക്ക് അത് ഓപ്പൺ ആക്കണ്ട. ഓക്കെ, ആ ഉമ്മി കവർ ഇട്ട് തരാം. വെയിറ്റ്. Don't open. This is for ഐസ. ഐസ നോക്ക്. ഐസുവിൻ്റെ ഇതാ ഇത് യെല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ കോംപ്രമൈസ് ആയിട്ട് ഏതെങ്കിലും ഒരു കളർ അടിക്കും. അങ്ങനെ കുറച്ച് നേരം നമ്മളിതാ കുജി വില്ലേജിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് സൈനിങ് ഓഫ് പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുക. ഇത് കണ്ടോ, നമ്മൾ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഒരു ഒലീവ്സിൻ്റെ ഫാമിൽ നമ്മൾ പോവും. സോ ഇത് ഇപ്പോഴത്തേക്ക് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുക. ഇതാട്ടോ ഒലീവ്സിൻ്റെ മരം നിറച്ചിവിടെ. ശരിക്കും ഇതിൻ്റെ ഫാം, ഒരുപാട് ഫാം നമ്മൾ വരുന്ന വഴിക്ക് എല്ലാം കണ്ടു. അത് കണ്ടോ, അതും ഒലീവ്സാണ്. കായൊക്കെ ഉണ്ട്, ഒരുപാട് പിടിച്ച് നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഉമ്മ? ഇത് വില്ലേജ് എങ്ങനെയുണ്ട്? എങ്ങനെ? സൂപ്പർ വില്ലേജ്. ഇസു കുയിവീന്ന് ഇസുവിന്റെ സൺഗ്ലാസ് എവിടെ? വേസ്റ്റ് ഗ്ലാസ്. വെയിലടിക്കട്ടെ സൺഗ്ലാസ് ഇടുന്നില്ലെങ്കിൽ. വീഡിയോ ഈസ് സോ ലോങ്. സോ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ സെക്കൻഡ് പാർട്ടായിട്ട് ആഡ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ 2 ദിവസത്തെ സമയം നിങ്ങൾ തരൂ. 2 ദിവസത്തിനകത്ത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ.